അപ്പോൾ കോംപ്രമൈസ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് റീസൺ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി ഒരു അപ്പോളജി ചെയ്യുന്നൊരു വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊരു പെർമിഷൻ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് അബദ്ധം പറ്റിയതായിപ്പോയി എന്ന് പറയുന്നൊരു വീഡിയോ എടുക്കാൻ ഒരു പെർമിഷൻ തരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ എനിക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ കുട്ടിക്കുള്ള സൈബർ ബുള്ളിങ് എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ചോദിച്ചു. ആ കുട്ടി അതിന് വില്ലിങ് അല്ല. ആ കുട്ടി പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ആ കുട്ടിയോടൊരു പബ്ലിക്കായിട്ടൊരു മാപ്പ് പറയണം. ആ കുട്ടിക്ക് ജോലി സ്ഥലത്ത് മുന്നെടുത്തുള്ളേക്കുന്ന മാനനഷ്ടത്തിനെല്ലാം ഞാൻ ഉത്തരവാദിയായി. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് പുള്ളിക്കാരി വീണ്ടും വന്നത്. ഞാൻ പറഞ്ഞ മാപ്പ് പറയില്ല, കാരണം ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ മാപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കഥ അടച്ചിട്ടിരുന്നതിന് അത് എന്താ പരിപാടി? പറഞ്ഞു എന്താ സംഭവം, നിങ്ങൾ എന്താ കണ്ടത്? ശരി, കണ്ടില്ല. ശരി, ഞാൻ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ദേഷ്യം വരും. ഇറങ്ങി ഞാൻ അന്നേരം ഇതിനനുസരിച്ച് റിയാക്ട് ചെയ്തു. എന്നിട്ട് ഈ കുട്ടി പറയുന്നില്ല, ശരീരം വല്ലാതെ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അവിടെ കൊണ്ട് ഒതുക്കി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തത്. ഇപ്പം നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ട എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട്. പക്ഷെ ആ കുട്ടി ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. കുട്ടി ആരുടെയൊക്കെയോ വാക്കിങ്ങനെ കേട്ട് വീണ്ടും വീണ്ടും ഒരു മോശം ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാ കമൻസും നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊച്ചിന് എന്തെങ്കിലും മോശം വരുന്നുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ 2 ദിവസം 3 ദിവസം നമ്മൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്താണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവൻ എന്തിനാ അവിടെ വണ്ടി കൊണ്ട് നിർത്തി, പിന്നെ അവന് വീട്ടിൽ ചെയ്യേണ്ടത് എന്തിനാ അവൻ റോഡിൽ ചെയ്തു, റോങ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം, പ്രൂവ് ചെയ്യണം. കുട്ടിയുടെ ഇമേജ് സമൂഹത്തിൽ ഓക്കെ ആവും എന്നുള്ള മൈൻഡ് ആയിരിക്കും. ആ കുട്ടി പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ആ കുട്ടിയോടൊരു പബ്ലിക്കായിട്ടൊരു മാപ്പ് പറയണം. ആ കുട്ടിക്ക് ജോലി സ്ഥലത്ത് മുന്നെടുത്തുള്ളേക്കുന്ന മാനനഷ്ടത്തിനെല്ലാം ഞാൻ ഉത്തരവാദിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ക്രിപ്റ്റഡ് ആണ്, നമ്മൾ പ്ലാൻ ചെയ്തതാണ്. നെക്സ്റ്റ് ഫോർച്യൂണർ എപ്പോൾ വരും? എന്താണ് ഫോർച്യൂണർ എടുക്കണ്ടോ? ഫോർച്യൂണർ മഞ്ഞ കളർ കിട്ടുമോ?